ഇതാണ് ടണലിൻ്റെ മറ്റേ അറ്റം കേട്ടോ. എന്തായാലും ഇവിടെ ഒരു ആംബുലൻസ് ഒക്കെ കിടക്കണ്ടല്ലോ വണ്ടി. ഇത് നേരെ കോട്ട പിടിച്ച് പോവാണ് ഇനി. NH 52 കൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. റോഡ് രക്ഷയില്ലാട്ടോ. റോഡ് NH 52 ആണ് നമ്മൾ പോകുന്നത്. റോഡൊന്നും പറയാനില്ല കേട്ടോ. ക്ലാസിക് സഫയർ അനന്ത ഓരോ ഹോട്ടൽസ് കാണണം. എല്ലാം ഈ രാജസ്ഥാനി സ്റ്റൈലിലാണ് അവർ ആ ഒരു നിർമ്മിതികളൊക്കെ നോക്കി. ഇത് അനന്ത ഹോട്ടലാണ്. നൈസ്. എന്താ ലുക്ക് കാണാൻ. ടണലിന്റെ ഫ്രണ്ട് അടക്കം രാജസ്ഥാന്റെ ഇതിലാണ്. അവരുടെ നാട്ടിലത്തെ ആ ഒരു കൾച്ചറും അവരെ ആ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറൊന്നും വിട്ടിട്ടുള്ള ഒരു കളി അവരില്ല. ഞങ്ങളിങ്ങനെ പോണ വഴിയിലേ ഒരു ഇഷ്ടിക ചൂള ഉണ്ട് ഇവിടെ. അപ്പൊ ഇഷ്ടിക ചൂളയില് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാൻ വിചാരിച്ചു. ഉണ്ടോ വലിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇഷ്ടിക ചൂളയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇവിടെ പരിപാടികളെന്ന് നോക്കാം ഒരു ആകാംക്ഷയോട് കൂടിയിട്ട്. ഓ നോക്കി വരണേ, ഇവിടെ ഫുള്ള് മണ്ണ. അയ്യോ രാജസ്ഥാനിലെ മണലാണേ. വാവ് ഉണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടിക ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ചൂള. ഓ അമ്മോ നൈസായിട്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഇഷ്ടിക ചൂള രാജസ്ഥാനിലെ. പക്ഷെ ഇവിടെ ആൾക്കാരൊന്നും അധികം ഇല്ല. ഓ കണ്ടോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂള കെട്ടി വെച്ചിട്ട്. ഇവിടെ മണ്ണ് കല്ല് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള നാടല്ലേ. ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ച് വലിയൊരു ഇതാക്കും അവർ. കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇതാണ് ഇവരുടെ വീടൊക്കെ താമസക്കാലം. ഇവിടെ ചൂള ഉണ്ടാക്കുന്നുണ്ട്. ഭായ് ദേക്കിനെ കേലി ആയാ ऐसा ഇവരിങ്ങനെ ഇവിടെ ഉണക്കാൻ വെച്ചിട്ട് ഇതിലിങ്ങനെ കൊണ്ടുപോകും ചൂള. इसके ऊपर डालने के लिए भैया ये सब इसके ऊपर डालने के लिए इधर താമസിക്കണ വീടാട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ. ഇവിടെ ഒരു ടീം ഇരുന്നിട്ട് ഹായ് നമസ്തേ ജി ये ऐसे बनाने के लिए. हाँ ओके. इधर एक इसको कितना पैसा है इसके? हाँ एक ईंट के 5 रुपया. 5 രൂപയാണ് ഒരു കല്ലിൻ്റെ വില. ज़्यादा है कम है? 5 രൂപ കേട്ടോ ഒരു ഇഷ്ടിക ചൂളയുടെ വില. എന്തായാലും കൊള്ളാം പരിപാടി. പൂവ വെച്ചു തന്നാ എത്രയോ കിലോമീറ്ററോളം രാജസ്ഥാനത്തെ ഈ റോഡില്ലേ ഇത് സിമെൻ്റാണ് തോന്നുന്നു. സിമെൻ്റ് ഇട്ട റോഡാണ് തോന്നുന്നു. ഇത് ഉണ്ടോ സിമെൻ്റ് അടിപൊളി റോഡാണ്. എന്താ സംഭവം? नमस्कार मालिक. क्या नमस्ते सर जी हमने आपको हमारे टीचर साहब जाने. टीचर साहब? हाँ मास्टर अध्यापक. बाहर से हो गए आप तो. बाहर से? कौन से जिले से है? केरला. इधर हमारे रिश्तेदार जम्मू से आ रहा है. जम्मू से आ रहा हूँ. ये क्या चीज है? ये कैमरा. क्या करने का है? ब्लॉगिंग. ब्लॉगिंग का क्या होता है? पिक्चर बनाने के लिए. पिक्चर बनाने के लिए. अपने केरला में तो गोल्ड का क्या रेट चलता है? केरला में गोल्ड का क्या रेट चलता है? क्या रेट है उधर भी? वो पता नहीं, उतना उसका बारे में उतना नहीं जानना है. राजस्थान से देना हो अपने को तो है लेने वाला बंदा, अपने को भी देना है 2 नंबर में. वो पता नहीं उसका बारे में. वो जैसे मार्केट 60,000 तोले का है तो രാജസ്ഥാൻ ഭായിമാരെ എന്തൊക്കെയോ പറയുന്നത്. എന്തായാലും അടിപൊളി സൂപ്പർ. നമ്മൾ പറഞ്ഞു നിർത്തിയ റോഡിൻ്റെ കാര്യം കേട്ടോ. റോഡ് നോക്കി മൊത്തം സിമെൻ്റാണ്. സിമെൻ്റ് ഇട്ടിട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. എത്രയോ കിലോമീറ്ററോളം ഒരു നാടിൻ്റെ
ഒരു വളർച്ചയുടെ ഭാഗം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുകൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ റോഡുകൾ തന്നെ കേട്ടോ, അടിപൊളി റോഡുകളാണ്. റോഡ് സൈഡിൻ്റെ അവിടെ ഈ കുറേ ആളുകൾ എന്തൊക്കെയോ ഇങ്ങനെ മറ്റേ കൊട്ട കൊണ്ട് ഉണ്ടാക്കിയ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇത് നോക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയുണ്ട് അല്ലേ കൊട്ടയുടെ. നമസ്തേ ഭയ്യ. नमस्ते. ये सब आप इधर ही बना रहे हैं? ये बाम्बू सब किधर से? बाम्बू आता है आसाम से. आसाम से. ഓ ഓക്കെ ഓക്കെ. ഇവർ ഈ കൊട്ടകളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. आसाम से आता है. ഓക്കെ. ആസാമിൽ നിന്നാണ് ഈ മുളകളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. ഉള്ള വീടും സംഭവങ്ങളൊക്കെ കണ്ടോ, ഒരു മരത്തണലിലുള്ള ഒരു വീടൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വീട്. ഓ ഇതെന്താ സംഭവം, वाളും പരിചയൊക്കെ. ഓ സെറ്റ്. वाओ भैया इसका नाम क्या है? लंड लंड वाह ये ओरिजिनल है. അത് മൂർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയേ ഓരോ സാധനങ്ങൾ. ये सब आप लोग बनाते हैं इधर? ओके. केरला से? हाँ. केरला का पड़ता है പാലക്കാട്. ഉണ്ടോ വാളുകൾ. ഭായി ഏക്ക് നിക്കാൽക്ക് ദിക്കായേക്ക. ഇതൊരു ആളുകൾ നോക്കിയേ സെറ്റ്. ഓ അമ്പോ അച്ചായ मैं पहले बार आई थी. ये एक दो बार पहले भी आया तो तुम्हारे जैसा भैया. ആ ഏതാ റേഞ്ച് നോക്കിച്ചു എന്താ സംഭവം അടിപൊളിയുണ്ട് കേട്ടോ. भाई ये कितना है एक? ये 800 रुपये का. 800 का. ये पूरा इसे इसे ഉണ്ടോ ഇതുണ്ടോ ഡിഫറെന്റ് സൈഡിൽ? ये 3000 का. 3000 का. ये 3000 രൂപയുടെ. ये 4500 का. ഓ ഇത് സാധനം നോക്കി നോക്കി. ഓ റേഞ്ച് ये बहुत अच्छा सेट. പൊള്ളിയുണ്ട് കേട്ടോ സാധനം. ആ നേപ്പാളി കാ എല്ലാ ടൈപ്പും സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇത് നേപ്പാളിൻ്റെ ഗൂർഖയൊക്കെ ഇതാണ് കൊല്ലൻ്റെ കുടി. ഇവിടെയാണ് വാളൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ടോ ഈ ദണ്ടുകളെല്ലാം ദിവസവും ഉണ്ടോ ഇവിടെയാണ് ഉണ്ടാക്കുക. ഈ അപ്പാപ്പനാണ് ഉണ്ടാക്കണം. ഉണ്ടോ അവരുണ്ടാക്കണം നോക്കി. ये सब आप लोग बनाते हैं. कितने साल से आप ये स्टार्ट किया ये सब? परिवार हैं? एक परिवार 25-30 जन एक परिवार. ഓ 50-60 ജനറേഷൻ ആയിട്ട് തന്നെയാണ് ഇവരുടെ പണി, കൊല്ലന്മാരുടെ പണി. आप इधर ही रहता है? इधर ही पर्सनली ये ओके. घर की जगह करवाओ ना, क्या घर की जगह करवाओ ना तो खेती ना हुआ, बस ऐसे ही रहते हैं हम तापी में. अच्छा ये सब आप इधर ही बेचता है और किधर लेके जाएगा? जाते हैं ना, मेले भी करते हैं पूरा राजस्थान का. पूरा राजस्थान में जाता है. MP बॉर्डर पार भी चल जाते हैं. ഓക്കെ ഓക്കെ ഓക്കെ. बहुत अच्छा. ഇവിടെ ഒക്കെ മെഷീനറീസ് ഒന്നുമില്ല. നമ്മുടെ പഴയ കൊല്ലൻ്റെ കടയിലത്തെ പോലെ ഇങ്ങനെ ഇതാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. മോട്ടറില്ലേ ബ്ലോവറൊക്കെ വെച്ചിട്ട്. हाँ वो चाइनीज. हाँ ये भी आप लोग बनते हैं? नहीं, ये रेडीमेड आता है. रेडीमेड. वाओ सेट. नमस्ते नमस्ते जी नमस्ते. ये डेकोरेशन. केरला ये डेकोरेशन के लिए. डेकोरेशन. हाँ ओके ओके ओके. ഇത് നിഞ്ച വാല डेकोरेशन के लिए है. ये रजवाड़ी. क्या रजवाड़ी राजा महाराजा उनके पहले युद्ध में काम आती थी. आज शादी ब्याह में पूजा में काम आती है. कि पूजा में काम आती है. ओके ओके. जन्माष्टमी पे इसकी पूजा होती है. कि जन्माष्टमी की पूजा होती है. ओके ओके. अखाड़े में काम आती है. बच्चे को सिखाने के लिए काम आती है. कॉलेज में बच्ची इनको मतलब का इसके ऊपर डांस सिखाया जाता है. शोले पिक्चर में हेमा मालिनी कांच के शीशों पे नाचती थी. धर्म कांटा में रीना राय तलवारों पे नाचती थी. इसी तरह इसके ऊपर डांस भी सिखाया जाता है. कि डांस भी सिखाया जाता है. ये आजकल सो भी सजावटी सामान हो गया है. ये अपने राजस्थान की मशहूर चीज़ें हैं. हाँ राजस्थान का मेन चीज़ है. राजस्थान की मेन चीज़. ഓ ഇതുണ്ടോ ആക്സ് നമ്മുടെ
परशुराम जी का फरसा। परशुराम जी, हम परशुराम का गांव से है, केरला। परशुराम जी हमारे गांव परशुराम ने बनाया। हमारा जैसे मान लो हमारे राजस्थान का जो मुख्यमंत्री है भजन लाल जी शर्मा, हाँ ये परशुराम जी को मतलब क्या कहें, परशुराम जी का फरसा है तो इसकी बड़ी मानता होती है। अभी परशुराम जी की जो जयंती आती है उसमें जुलूस नहीं निकालते हैं, लेकिन ये ओ फिर जुलूस निकालते हैं। मुख्यमंत्री, आपका मुख्यमंत्री का नाम क्या है? भजन लाल जी शर्मा। ഭജൻലാൽ ജി ശർമ്മ. भजन लाल जी शर्मा പരശുരാമന്റെ വലിയ ഭക്തനാണെന്നാണ് പറയുന്നത് കേട്ടോ. മൂപ്പര് ഈ പരശുരാമന്റെ വലിയ ഭക്തനാണ്. ഈ അവരുടെ ജന്മദിനത്തിന്റെ അന്ന് വാളൊക്കെ ആയിട്ട് ഫുള്ള് അഭ്യാസങ്ങളൊക്കെയാണെന്നാണ് മൂപ്പര് പറയുന്നത്. അടിപൊളി. എന്തായാലും ഇവര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് രാജാവിന്റെ കാലം മുതൽ തന്നെ ഇവിടെയുള്ള ഇങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരൊന്നും രാജാവിന്റെ കയ്യിൽ നിന്നൊന്നും അവർ മേടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവർ സംഭാവനയായിട്ട് മേടിക്കുക ഒന്നും ചെയ്യില്ല. എല്ലാവരും അവരുടെ ഇഷ്ടത്തിനാണ് അവർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. ഈ റോഡിന്റെ സൈഡിലൊക്കെയാണ് ഇവർ ഇവിടെ താമസിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ